ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിച്ചിരിക്കണം. അപകടകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് പല മത്സരാർത്ഥികൾക്കും കാണാൻ സാധിച്ചിരിക്കുന്നത്. അവസാന നിമിഷം വരെ വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചപ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യതയെന്നും പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 11 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള മത്സരം തിങ്കളാഴ്ച രാത്രി വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരാൻ. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്ന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഷാനവാസിനെയാണ്. അനിമോൾ തുടക്കത്തിൽ ലീഡ് നിന്നെങ്കിലും അവസാന നിമിഷം മത്സരിച്ച് ഷാനവാസ് ക്യാപ്റ്റൻസി ടാസ്കിലൂടെ നല്ലൊരു വോട്ട് സ്വന്തമാക്കി. 3,91,017 വോട്ട് സ്വന്തമാക്കിയപ്പോൾ അനിമോളും നല്ല രീതിയിൽ തന്നെ കളിച്ച് രണ്ടാമതെത്തിയിട്ടുണ്ട്. 3,84,618 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ജിസേലും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ജിസേലും ആര്യനും തമ്മിലുള്ള പ്രകടനമൊക്കെ കണ്ട് പ്രേക്ഷകർ ജിസേലിന് കയ്യടികളും വോട്ടുകളും നൽകിയിട്ടുണ്ട്. 3,26,398 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ആര്യനാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത മറ്റൊരു കണ്ടസ്റ്റന്റ്. 2,97,381 വോട്ടുകൾ ആര്യനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് അവസാന നിമിഷം ഞെട്ടിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റ് നിവിനാണ്. ബിന്നിനെയും ആതിര നൂറ തുടങ്ങിയവരെ കട്ടിമറിച്ച് മുന്നേറിയിട്ടുണ്ട്. 2,54,890 വോട്ടുകളുമായിട്ട് നിവിൻ 5ാമത് വന്നപ്പോൾ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് ബിന്നിയായിരുന്നു. ബിന്നിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ച പകുതി കഴിഞ്ഞപ്പോൾ മുതൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. 2,52,136 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പം 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിര നൂറ തുടങ്ങിയവരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2,50,785 വോട്ടുകളുമായിട്ട് സേഫ് സോണിൽ തന്നെ നിന്നപ്പം 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് ശരത്തപ്പാനായിരുന്നു. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകൾ അതായത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നല്ല രീതിയിൽ പുരോഗമനം കാഴ്ചവെച്ച അപ്പാനി പിന്നീട് പുറകിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 2,24,338 വോട്ടുകൾ സ്വന്തമാക്കിയപ്പം 9ാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ അക്ബറാണ് എത്തി നിന്നിരിക്കുന്നത്. 2,22,619 വോട്ടുകൾ അക്ബറിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഡേഞ്ചർ സോണിൽ പുറത്താകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റായിട്ട് കാണാൻ സാധിക്കുന്ന ഒന്ന് RJ ബിൻസിയാണ് 10ാം സ്ഥാനത്ത്. 1,91,635 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ നേരിയ ഡിഫറൻസിൽ ശൈത്യ ഏറ്റവും പുറകിലായിട്ടുണ്ട്. 1,90,951 വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഇതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സ്റ്റാറ്റസ്. എന്നാൽ ഇത് നേരിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ശൈത്യ RJ ബിൻസി ഇവരുടെ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച വിട്ടുപോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ലാലേട്ടൻ്റെ എപ്പിസോഡുകൾക്കായിട്ടൊക്കെ. അപ്പോൾ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.